ദിലീപിനെ വെറുതെ വിട്ടതിൽ എന്താണ് തോന്നുന്നത്? നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. എങ്ങനെയായിരുന്നു വിധി? എന്ത് തോന്നി? വസ്തുതകളും തെളിവുകളും പരിശോധിച്ച ശേഷമുള്ള വിധിയല്ലേ, നല്ല വിധിയായിട്ട് തന്നെയാണ് തോന്നിയത്. അഭിഭാഷകൻ എന്ത് തോന്നി വിധി കേട്ടപ്പോൾ? പ്രോപ്പറായിട്ടുള്ളൊരു വിധിയാണിത്. അതായത് ജഡ്ജിമെൻറ്റും നിയമസാധ്യതയും എല്ലാം നിലനിർത്തി നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് പരിപാലിച്ചാണ് വിധി വന്നിരിക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അഭിഭാഷകരുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് ഒരു പക്ഷേ നല്ല വിധിയായ ആണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഇനി എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് അഭിഭാഷകരോട് തന്നെ ചോദിക്കാം. സാറേ, ഈ വിധി കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? സ്വാഭാവികമായും ഗൂഢാലോചനയുണ്ട്. അപ്പോൾ ഈ ഗൂഢാലോചന നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വിധി കേട്ടപ്പോൾ തോന്നിയത്? കോടതി ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിധി പറഞ്ഞിരിക്കുന്നത്. കാര്യം കോടതിയുടെ മുമ്പിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഫയൽ എടുത്തിട്ട് പരിശോധിച്ചിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ജഡ്ജിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാകാമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് സർക്കാരിനോ അല്ലെങ്കിൽ അതിജീവിതയ്ക്കോ അതിന് വേണമെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ പോകാം. അതായിരിക്കും തോന്നുന്നത്. തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പൊതുസമൂഹത്തിന് അത് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. എങ്ങനെയാണ് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ കാണുന്നതിന്? അത് പക്ഷേ കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലെ കോടതിക്ക് അഭിപ്രായം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാര്യം അത് അടച്ചിട്ട മുറിയിലായിരുന്നുകൊണ്ട് നമുക്കറിയില്ല. കോടതിയുടെ മുമ്പിൽ വന്ന രേഖകളും മൊഴികളും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജിയുടെ ഉത്തമ ബോധ്യത്തിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണല്ലേ പിന്നെ? അതായത് ഈ അഭിഭാഷകർ ഈ വിധി കേട്ട അഭിഭാഷകർക്ക് നേരെ പല അഭിപ്രായങ്ങളില്ല, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അത് ഒരു പക്ഷേ കോടതിയോടുള്ള ആ ഒരു ഇടപെടൽ അങ്ങനെയാണ്, കോടതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അഭിപ്രായങ്ങൾ അങ്ങനെയാവും. സ്വാഭാവികമായും കോടതി കണ്ടെത്തിയത് അത് വളരെ ശരിയാണ് എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായമായി വരുന്നത്. ഏതായാലും ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്നത് വലിയ ജനസഞ്ചയമായിരുന്നു. അഭിഭാഷകരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കേസിന് പഠിക്കുന്ന ആളുകൾ, പഠിക്കുന്ന പഠിതാക്കളായിട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകളാണ് ഈ കോടതി മുറിയിൽ ഉണ്ടായിരുന്നത്. കാര്യം വലിയ ഒരു ജനസഞ്ചയം ആ കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും ഒപ്പം തന്നെ ചാൾസ് ജോർജ്, ഈ വിധി എങ്ങനെയാണ് ചാൾസ് ജോർജ് കാണുന്നത്? സത്യത്തിൻ്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വയ്ക്കുന്നുവെന്ന് വർഗീസിൻ്റെ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് CS രാജൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. പ്രതി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ജഡ്ജിയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. അതാണ് എൻ്റെ കേസിൻ്റെ വിധിയിലേക്ക് നയിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ തെറ്റായ വിധിയാണ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായും തെറ്റായ വിധിയാണ്. കാരണം ഇതിലാരാ ഗൂഢാലോചന നടത്തിയത്? അത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. സാക്ഷിമൊഴികൾ 28 പേരെ കൂറ് മാറ്റിയത് ധനസമ്പത്ത് കൊണ്ടും അധികാര സമ്പത്ത് കൊണ്ടും ഒരു വിധിയെ എങ്ങനെ അട്ടിമറിക്കാമെന്ന ഒരു സുപ്രധാനമായ തെളിവായിട്ട് ഈ കേസ് വന്നിരിക്കുകയാണ്. ഈ പുറത്തിറങ്ങിയ ദിലീപ് പറഞ്ഞത് എന്നെ ഗൂഢാലോചനയിലൂടെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചന അദ്ദേഹം പ്രതിയായിരിക്കുകയാണല്ലോ, തർക്കമില്ലല്ലോ. ഈ കേസിന് വേണ്ടി എല്ലാം അർപ്പിച്ച് നിന്നിരുന്ന PT തോമസ്, അതുപോലെ മറ്റാളുകൾ, കളക്റ്റീവ്, ഇവരുടെയൊക്കെ അധ്വാനം വ്യർത്ഥമായില്ലേ? പക്ഷേ ഈ പോരാട്ടം തുടർന്ന് ഞാൻ കാണുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അത്തരത്തിൽ മുന്നോട്ട് തന്നെ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അർജിയുമായിട്ട് പോകാനുള്ള സാധ്യത, അതിൻ്റെ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഈ ചാൾസ് ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത് ശക്തമായി എതിർക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സമീപപ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ആ വിധിയിൽ അതിർത്തി ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളവ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെവിടെ എങ്ങനെ സാധിച്ചു എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹമൊക്കെ പറയുന്നത് അതൊരു വിധിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലാണ്. ഏതായാലും വിധി വന്നിരിക്കുന്നു. ഏതായാലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ദിലീപിന് അനുകൂലമായി തന്നെയാണ് വന്നിട്ടുള്ളത്. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ളൊരു വിധിയാണ് വന്നിട്ടുള്ളത്. 7-ാം പ്രതിയെയും അങ്ങനെ വെറുതെ വിട്ടിട്ടുള്ള ഒരു വിധി കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ അഭിഭാഷകരുടെ ഒരു പ്രതികരണമൊക്കെ കേട്ടോ. സാറ് എങ്ങനെയുണ്ട് ഈ വിധി കേട്ടിട്ട് സാറിന് എന്ത് തോന്നി? വിധിയുടെ അവസ്ഥ കണ്ടു നമ്മൾ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു തീരുമാനം വേണ്ട. നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല സത്യങ്ങൾ, അതിൻ്റെ തെളിവുകളും കൃത്യമായിട്ട് ഹണി വർഗീസ് എന്ന് പറഞ്ഞ ജഡ്ജി വളരെ കൃത്യമായിട്ട് അത് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ തുടങ്ങി ഇപ്പോൾ റിപ്പോർട്ടർ TV പോലുള്ള ചാനലുകൾ വളരെ ശക്തമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വിളമ്പി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യം എങ്ങനെയുണ്ട് സബി? നിങ്ങളൊരു മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ്. എങ്ങനെ തോന്നി ഈ വിധി കേട്ടിട്ട്? ഏത് വിധിയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിധി പ്രസ്താവിക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ വിധിയുടെ വിശദാംശങ്ങളൊന്നും ആർക്കും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിധിയുടെ പൂർണ്ണരൂപം പുറത്തേക്കും വന്നിട്ടില്ല.